രണ്ടാഴ്ച മുന്നേ എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. പേര് സുബേദ. ഒരു ഉമ്മയാണ്. അവർ ഇവിടെ വന്നത് ഭയങ്കര നടുവേദനയായിട്ടാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഒരു രണ്ടാഴ്ച ഒരു മാസം മുന്നേ അവർ അടുത്തുള്ളൊരു മോഡേൺ ഹോസ്പിറ്റലിൽ പോയി. അവിടെ പോയിട്ട് ഒരു ഓർത്തനെ കണ്ടപ്പോൾ ആൾ പറഞ്ഞു പറഞ്ഞാൽ നമുക്കൊരാഴ്ച അഡ്മിറ്റായിട്ട് ബേസിക് ഫിസിയോതെറാപ്പിയും അതേപോലെ വെയിറ്റ് ഇട്ട് കിടക്കാം, പിന്നെ ബേസിക് പെയിൻ കില്ലേഴ്സൊക്കെ കൊടുത്തിട്ട് നമുക്ക് നോക്കാം. അതിനുശേഷം എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാമെന്ന് പറഞ്ഞു. ഒരു മാസം കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു. അതിനുശേഷം നോക്കിയപ്പോൾ പേഷ്യൻ്റ് അതേപോലെ വേദന ഉണ്ടാകുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇനി സർജറി മാത്രമാണ് ഇനി ഓപ്ഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ സർജറി എന്നുള്ള ആ പേടി കേട്ടിട്ട് അവർ പറഞ്ഞിട്ട് അവർ എൻ്റെ അടുത്ത് വന്നു. ഇവിടെ വന്നിട്ട് ഞാൻ നോക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സർജറി എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി വേണ്ടി വരില്ലെന്ന് തോന്നുന്നു. എന്ന് പറഞ്ഞാലും അവർക്ക് ഡിസ്കിനൊക്കെ പ്രൊലാപ്സാണ്, ഡിസ്ക് പ്രൊലാപ്സാണ്. നല്ല രീതിയിൽ ഡിസ്ക് ഉണ്ട്, പിന്നെ അതേപോലെ ഇത്തിരി നീർക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ടാഴ്ച നമുക്ക് മരുന്ന് കഴിച്ച് നോക്കാം, അതിന് ചെറിയ ട്രീറ്റ്മെൻറ്റ് ചിലപ്പോൾ വേണ്ടി വരും, നമുക്ക് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു. രണ്ടാഴ്ച ട്രീറ്റ്മെൻറ്റോടെ ആ പേഷ്യൻറ്റിൻ്റെ വേദന 70 മുതൽ 80% വേദന കുറഞ്ഞു എന്നാണ് പേഷ്യൻ്റ് ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഞാൻ അവർക്ക് ട്രീറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും പറ്റുമോ വെച്ചാൽ അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ അവരൊരു റിവ്യൂ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ പറയില്ല 100% കേസുകൾ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, എല്ലാം നമ്മളെ കൊണ്ട് പറ്റും, സർജറി ഇല്ലാണ്ട് നമുക്കിത് മാറ്റാൻ പറ്റും, ഞാൻ ഒരിക്കലും 100% ക്ലെയിം ചെയ്യത്തില്ല. ആൻഡ് ഡെഫിനറ്റ്ലി സ്ട്രക്ചറൽ ഡിഫക്ട്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വീണിട്ട് സ്ട്രക്ചറൽ ചേഞ്ചസ് വന്നു, അതിനാൽ അവർക്ക് നെർവ് ഡാമേജ് വന്നതിനനുസരിച്ചുള്ള കാലിന് ചെറിയ ഒരു സ്ട്രെങ്ത്ത് ഒക്കെ കുറവുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി സർജറി ചെയ്യേണ്ടതാണ്. ഇല്ലാത്ത കേസുകൾ സത്യമായിട്ടും ഒരു ആയുർവേദം ശ്രമിക്കാവുന്നതാണെന്നാണ് ഞാൻ പറയുക. സോ ഇതെൻ്റെ ഒരു നല്ലൊരു ഇത് വൺ അമംഗ് ദ എക്സ്പീരിയൻസസ് ആയിരുന്നു. ഇത് ഒരുപാട് കേസുകളുണ്ട്, ഞാൻ ചിലത് പറയാറുണ്ട്. ഇത് നല്ലൊരു ഇത്ര ഏജ്ഡ് ആയതിൻ്റെ പേരിൽ എനിക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ഡൗട്ട് ഉണ്ടായിരുന്നു, എന്നാലും ലെറ്റ്സ് സീ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കിയായിരുന്നു. ബട്ട് ഇറ്റ് ഹാസ് ഹെൽപ്പ് മീ എ ലോട്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടവർ എന്തായാലും നമ്മുടെ ഈ ആശുപത്രിയെക്കുറിച്ച് കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറയുക, അവരൊന്ന് ഷെയർ ചെയ്യുക. കാരണം വേറൊന്നല്ല, ഞാനും അതേപോലെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വേറെ ഡോക്ടറും കൂടിയുണ്ട്, ഡോക്ടർ വിദ്യ എന്ന് പറഞ്ഞിട്ട്, ഒരു ഗൈനക്കോളജിസ്റ്റാണ്. നമ്മൾ രണ്ടുപേരും, പിന്നെ എൻ്റെ അച്ഛനും ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞു, ഞാൻ പറയേണ്ട കാര്യമില്ല, നമ്മൾ മൂന്നുപേരും കൂടാണ് ഇപ്പോൾ ഈ ആശുപത്രി ഓടിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ആൻഡ് ഹെൽപ്പ് us in bringing this hospital to a good brand. Thank you all.